മൈ ആസ്ട്രോവിന്നിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഈ വരുന്ന ആഴ്ചയിലുള്ള നിങ്ങളുടെ നക്ഷത്രഫലം വിശദമായി നമുക്ക് നോക്കാം. മേടക്കൂറിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച അനുകൂല സാഹചര്യങ്ങൾ അനുഭവപ്പെടും. പ്രവർത്തനങ്ങളിൽ നേരത്തെ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ കുറയുകയും യാത്രകൾക്കുള്ള അവസരങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും. ജോലി ചിന്തകളിൽ നിന്നും ആശ്വാസം ലഭിക്കുമ്പോൾ സാമ്പത്തികമായ സ്ഥിരതയും ഭദ്രതയും കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഇടവക്കൂറിൽ വരുന്ന കാർത്തിക, രോഹിണി, മകീരം നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച ജോലി മേഖലയിൽ വലിയ പ്രതിസന്ധികളില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവാനായി കഴിയും. വിനോദയാത്രയ്ക്കുള്ള അവസരങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വരുമാനത്തിൽ വളർച്ച അനുഭവപ്പെടും. കുടുംബകാര്യങ്ങളിൽ ശാന്തതയും പുരോഗതിയും കാണാം. മനസ്സിന്റെ സമാധാനം നിലനിർത്താൻ കഴിയുന്ന അനുകൂലമായ കാലഘട്ടമാണിത്. മിഥുനക്കുറിൽ വരുന്ന മകീരം, തിരുവാതിര, പുണർദം നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച കാര്യങ്ങൾ പൊതുവായി അനുകൂലമായിരിക്കാനാണ് സാധ്യത. ദൈവാനുഗ്രഹം നേടുന്നതിനായി പ്രത്യേക പ്രാർത്ഥനകളെ പ്രാധാന്യത്തോടെ പരിഗണിക്കേണ്ടതുണ്ട്. അതിലൂടെ അപ്രത്യക്ഷമായ പിന്തുണയും നേട്ടങ്ങളും ഉണ്ടാവും. ഏറ്റെടുത്ത പ്രവർത്തനങ്ങൾ അഭിമാനത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയും. സാമ്പത്തിക നിലയിൽ ചെറുതെങ്കിലും സ്ഥിരതയുള്ള പുരോഗതി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കർക്കിടക രാശിയിലെ പുണർദം, പൂയം, ആയില്യം നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച സൗഭാഗ്യകരമായ സമയം പ്രതീക്ഷിക്കാം. ജോലി രംഗത്ത് പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുമെങ്കിലും അതിൽ വിജയം നേടാൻ നിങ്ങൾക്ക് സാധിക്കും. സാമ്പത്തികമായി പുരോഗതി കാണുന്നുണ്ട്. കുടുംബജീവിതത്തിൽ സമാധാനം നിലനിൽക്കും. വിദ്യാർത്ഥികൾക്ക് പരീക്ഷ ഫലങ്ങളിൽ ഉജ്ജ്വല നേട്ടം പ്രതീക്ഷിക്കാം. ചിങ്ങരാശിയിലെ മകം, പൂരം, ഉത്രം നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച രണ്ടാം പകുതിയിൽ ചിങ്ങക്കൂറുകാരുടെ ജീവിതത്തിൽ അനുകൂലതകളാണ് വരാൻ പോകുന്നത്. ആരോഗ്യപരമായി പ്രത്യേക ശ്രദ്ധ നൽകേണ്ട സമയമാണിത്. കുടുംബകാര്യങ്ങളിൽ സന്തോഷം നൽകുന്ന അനുഭവങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. തൊഴിൽ രംഗത്തും വളർച്ചയും പ്രചോദനവും ലഭിച്ചേക്കും. ചില കടബാധ്യതകൾ തീർക്കാൻ നിങ്ങൾക്ക് കഴിയും. സാമ്പത്തിക ഭദ്രതയ്ക്ക് തുടക്കം കുറിക്കാം. തുലാം രാശിയിൽ പെടുന്ന ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച ചില ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടാനിടയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധ പാലിക്കേണ്ടതാണ്. കുടുംബജീവിതത്തിൽ സമാധാനവും ഐക്യവും നിലനിർത്താൻ നിങ്ങൾക്ക് കഴിയും. ജോലിസ്ഥലത്ത് പുതിയ സ്ഥാനോന്നതിയിലേക്കുള്ള സാധ്യതയുണ്ട്. അതിനാൽ നിങ്ങൾ ശ്രമങ്ങളും തുടരേണ്ടതുണ്ട്. തുലാം രാശിയിൽ പെടുന്ന ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച ചില ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടാനിടയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധ പാലിക്കേണ്ടതാണ്. കുടുംബജീവിതത്തിൽ സമാധാനവും ഐക്യവും നിലനിർത്താൻ നിങ്ങൾക്ക് കഴിയും. ജോലിസ്ഥലത്ത് പുതിയ സ്ഥാനോന്നതിയിലേക്കുള്ള സാധ്യതയുണ്ട്. അതിനാൽ നിങ്ങൾ ശ്രമങ്ങളും തുടരേണ്ടതുണ്ട്. വൃശ്ചിക രാശിയിൽ വരുന്ന വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച പൊതുവെ അനുകൂല ഫലങ്ങളാണ് തേടിയെത്തുക. ജോലി സംബന്ധമായ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിൽ ചെറിയ വഴിപോക്കുകൾ ഉണ്ടാവാം. പക്ഷേ വലിയ പ്രതിസന്ധികളൊന്നും ഉണ്ടാവുകയില്ല. ആരോഗ്യപരമായി നേരത്തെ നേരിട്ടിരുന്ന ചില പ്രശ്നങ്ങളിൽ നിന്ന് ഉന്മുക്തി നേടാൻ നിങ്ങൾക്ക് കഴിയും. ധനുരാശിയിൽ വരുന്ന മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച ദൈർഘ്യമേറിയ ശ്രമം അനിവാര്യമാണ്. അതുപോലെ തന്നെ തുല്യമായ ഫലങ്ങളും നിങ്ങൾക്ക് ലഭിക്കും. പങ്കാളിത്തം രേഖപ്പെടുത്തുന്ന കാര്യങ്ങളിൽ നേരിയ പ്രയത്നത്തോടെ നല്ല നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ജോലി കാര്യങ്ങളിലും കുടുംബജീവിതത്തിലും സമതുലിതമായ അന്തരീക്ഷം നിലനിർത്താൻ നിങ്ങൾക്ക് കഴിയും. സാമ്പത്തികമായി ഈ കാലഘട്ടം വളരെ അനുകൂലമാണ്. മകരരാശിയിലെ ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച ആവശ്യമായ കാര്യങ്ങൾ നിർദ്ദേശിച്ച പ്രകാരത്തിൽ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയും. കുടുംബജീവിതത്തിൽ സമാധാനവും സ്ഥിരതയും നിലനിർത്താൻ കഴിയും. സാമ്പത്തിക രംഗത്ത് ചിലവുകൾ നിയന്ത്രിക്കാൻ ബുദ്ധിപൂർവമായ സമീപനം വേണം. വിവാഹം പോലുള്ള സുപ്രധാന തീരുമാനങ്ങൾ എടുക്കാൻ ഇത് നല്ല സമയമായിരിക്കും. കുംഭരാശിയിൽപ്പെടുന്ന അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച ജീവിതത്തിൽ നിരവധി അനുകൂലതകൾ പ്രതീക്ഷിക്കാം. ആരോഗ്യപരമായ കാര്യങ്ങൾ ചെറിയ ജാഗ്രത പാലിച്ചാൽ മതി. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ കുടുംബ ബന്ധങ്ങളിൽ സമാധാനവും സന്തോഷവും നിങ്ങൾക്ക് അനുഭവപ്പെടും. ജോലിസ്ഥലത്ത് സ്ഥിരതയും സുഗമതയും ഉണ്ടാവും. പുതിയ വരുമാന മാർഗങ്ങൾ തേടാനും നടപ്പാക്കാനും മികച്ച അവസരമാണിത്.
മീനരാശിയിൽ പെടുന്ന പുരുരട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച ജീവിതത്തിൽ സമതുലിതമായ അനുകൂലതകളാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കുടുംബ ബന്ധങ്ങളിൽ സന്തോഷവും സഹകരണവും അനുഭവപ്പെടും. ജോലിതലത്തിൽ ശാന്തതയും സ്ഥിരതയും നിലനിൽക്കും. ഔദ്യോഗികം മുതൽ സ്വകാര്യ കാര്യങ്ങൾ വരെ കൂടുതൽ യാത്രകൾക്കായി തയ്യാറായിരിക്കണം. സാമ്പത്തികമായി മുൻതൂക്കം കണ്ടെത്താനും പുരോഗതിയിലേക്കുള്ള വഴികൾ തുറക്കാനും ഈ സമയത്ത് നിങ്ങൾക്ക് കഴിയും.